നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബിസ്കുട്ടാ സർ, എന്താണ് ഇതൊന്നും കീറിക്കളയാതിരുന്നത്? സാറ് വന്ന് നേരിട്ട് കണ്ടിട്ട് കീറിയാ മതിന്ന് ഞാനാ പറഞ്ഞ. അതല്ലേ അതിന്റെ ഒരു പ്രോട്ടോകോള്. ഇതെല്ലാം പറിച്ചു കളയിടും സർ. ഭാസ്കര സർ, ഇതൊട്ടിച്ചവനെ ഇന്ന് രാത്രി തന്നെ എനിക്ക് കിട്ടണം. CCTV ചെക്ക് ചെയ്യ്. CCTV ഇന്നലെ രാത്രി മുതൽ കേടായി കിടക്കാ സാറേ. ഇതിന്റെ പുറകിൽ താനാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഒന്ന് പോ സാറേ, മനുഷ്യനെ വെറുതെ ചിരിപ്പിക്കാൻ. കുറച്ചും കൂടി സൂക്ഷിക്കണ്ടേ മോളെ. ഈ പ്രായത്തിലൊരു ചീത്തപ്പേര് വീണ പിന്നെ അത് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. ഇത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു പാടാ. ആവശ്യമില്ലാത്തവരുമായിട്ട് കൊമ്പ് വാർക്കാൻ നിന്നാ എന്തും സംഭവിക്കും. മനസ്സിലായില്ല? സ്റ്റോക്ക് എത്രയുണ്ടെന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് പറയണം. നോക്കാം സാർ. നാളെ തന്നെ പറയണം. ഓക്കെ സാർ, പറയാം. പൊയ്ക്കോ. ഗിരിയേട്ടാ, എന്താടോ? വീട് പണിക്ക് ഞാനൊരു ലോണിന്റെ കാര്യം പറഞ്ഞിരുന്നു. വീട് പണി അമ്മയുടെ ഓപ്പറേഷൻ ആണെന്നും പറഞ്ഞ് വാങ്ങിയ കാശും കൊണ്ട് തായ്ലാന്റില് ട്രിപ്പ് പോയാനല്ലേ നീ? അന്ന് ഞാനൊരു നുണ പറഞ്ഞിരുന്നു, ശരിയാ. പക്ഷെ ആ കാശ് എന്റെ ശമ്പളത്തിൽ നിന്ന് ഗിരിയേട്ടൻ കൃത്യമായി പിടിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ? അന്നത്തെ കണക്ക് തീർക്കാതെ തനിക്ക് ഇവിടെ നിന്ന് ഒരു ചില്ലി കാശ് പോലും കിട്ടില്ല. ഓ, വേറെ എവിടുന്നെങ്കിലും കാശ് ഒപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ, താൻ എവിടെന്ന് വേണമെങ്കിലും കാശ് ഒപ്പിച്ചോ, പക്ഷെ അത് ഗോപാൽജിയുടെ പേര് പറഞ്ഞിട്ടാവരുത്. അങ്ങനെ എങ്ങാനും താൻ ചെയ്ത എവിടെ പോയി ഒളിച്ചാലും തന്നെ ഞാൻ പൊക്കും. ഗിരിയേട്ടനെ കണ്ണുവെട്ടിച്ച് നടക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയില്ലേ. ഇപ്പൊ പണ്ടത്തെ പോലെയല്ലല്ലോ. ഗിരിയേട്ടന് പോലീസിൽ വരെ വലിയ പിടിയല്ലേ. എന്താടാ പറഞ്ഞ? എന്താ പറഞ്ഞ? അല്ല, ഗിരിയേട്ടന്റെ വീഡിയോ ഞാൻ കണ്ടെന്ന് പറയായിരുന്നേ. ഗിരിയേട്ടന് ഈ പോലീസുകാരൊക്കെ വെറുപ്പാണെന്ന് പറയുന്നത് വെറുതെ അല്ലേ? എത്ര കാലായി ഗിരിയേട്ടാ ഈ ചുറ്റുകളിയൊക്കെ തുടങ്ങിയിട്ട്? എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ കൊച്ചും ഗിരിയേട്ടനും തമ്മിൽ നല്ല ചേർച്ചയാ കേട്ടോ. അയ്യോ, നീ എന്താണ് പറഞ്ഞത്? ഗിരിയേട്ട വേണ്ട. ഗിരി, ഇതിനെന്തായി കാണിക്കുന്നത്? എടാ വിടാൻ, എടാ വിടേ, വിട്, വിടാൻ, എടാ വിടടാ. എന്റെ വീട്. ഇനി മേലാൽ ഇമാതിരി വർത്തമാനം പറഞ്ഞ തന്റെ അവസാനം എന്റെ കൈകൊണ്ടായിരിക്കും. മതി, നീ വന്നേ. പോ. എന്താണ് ഇതൊക്കെ? ആ വീഡിയോ കാരണം ഇപ്പൊ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയായി. അയാള് മുഖത്ത് നോക്കി പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയുള്ളവര് എന്റെ പുറം തിരിഞ്ഞ അപ്പ കളിയാക്കി ചിരിക്കാൻ തുടങ്ങും. ആ പെണ്ണ് കാരണം എനിക്ക് ആകെ നാണക്കേടായി. നിനക്ക് നാണക്കേടായെന്നോ? നീ എന്തറിഞ്ഞിട്ടാ ഗിരി സംസാരിക്കുന്നേ? അവളൊരു പെൺകുട്ടിയല്ലേ. ഈ വീഡിയോ കാരണം അവൾക്കാണ് നാണക്കേടുണ്ടായത്. അവൾക്ക് ഇനി നല്ലൊരു കല്യാണം തന്നെ നടക്കാൻ ബുദ്ധിമുട്ടാ. നാട്ടുകാര് ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞ് അവൾക്ക് വരുന്ന ആലോചന മൊത്തം മുടക്കും.
അവൾക്ക് അങ്ങനെ തന്നെ വേണം. ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് ആ കാക്കി ഇടുമ്പോ തന്നെ അവൾ ആലോചിക്കണമായിരുന്നു. ഇനി നടക്കുന്നതല്ല അവളുടെ വിധിയ. ആ ജോലി കാരണം അവളുടെ ജീവിതം നശിക്കും. നീ നോക്കിക്കോ. ഇങ്ങനെ പ്രാകലടാ. പോലീസുകാർ കാരണം നിനക്ക് നിന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു എന്ന് കരുതി എല്ലാ പോലീസുകാരും ഇങ്ങനെ വെറുക്കേണ്ട കാര്യമുണ്ടോ? ഒന്നില്ലെങ്കിൽ അതൊരു മനുഷ്യജീവിയല്ലേ, ആ പരിഗണനയെങ്കിലും കൊടുത്തൂടെ? ആ പരിഗണന കൊടുത്തതുകൊണ്ട് ഞാൻ അവളെ തല്ലാതെ വിട്ടത്. ഈ വീഡിയോ പുറത്ത് വിട്ടത് ആരാണെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. അതെങ്ങാനും അവളാണെന്ന് അറിഞ്ഞാൽ പിന്നെ അവളെ ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയില്ല. ചേച്ചി ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? സ്റ്റേഷനിലെ വിഷയങ്ങളൊക്കെ ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് പോയാ മതി. ആരൊക്കെയോ സ്റ്റേഷനിൽ പോസ്റ്റർ ഒട്ടിച്ചു എന്നും പറഞ്ഞ് ചേച്ചി ഇങ്ങനെ പേടിച്ച് വീട്ടിലിരുന്നാ എങ്ങനെയാ ശരിയാവുക? ചേച്ചി ധൈര്യമായിട്ട് ജോലിക്ക് പോവാ വേണ്ടത്. എനിക്ക് ധൈര്യം കുറച്ച് കുറവാണെന്ന് എല്ലാവർക്കും അറിയാലോ. സാരമില്ല. ഇപ്പൊ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന നാട്ടുകാരെല്ലാം ചേച്ചിയുടെ ഭാഗത്തെന്തോ തെറ്റുണ്ടെന്നല്ലേ കരുതുക. അതാ പറഞ്ഞേ, ചേച്ചി ഇങ്ങനെ ഒളിച്ചിരിക്കരുത്. അവരുടെ വിരട്ടല് കണ്ട് നമ്മൾ പേടിക്കില്ല എന്ന് കാണിച്ചാ ഈ പോസ്റ്റർ ഒട്ടിച്ചവന്മാരൊക്കെ ഒതുങ്ങിപ്പോവും. നീ പറഞ്ഞാലും കാര്യമുണ്ട്. എന്നാലും ഇന്നിപ്പോ ലീവ് എടുത്ത് പോയില്ലേ, നാളെ മുതൽ ഞാൻ ഡ്യൂട്ടിക്ക് പോവാം. എത്രയാട്ടാ? 40 രൂപ. എന്താ മക്കളെ നേരത്തെ വന്നത്? കോളേജ് വല്ല സമരാണോ? സമരമൊന്നുമില്ല. ഇവള് കാരണം അവിടെ മനുഷ്യർക്ക് തലയോർത്ത് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. നിന്റെയും ഗിരിയുടെ വീഡിയോ ഞങ്ങളുടെ കോളേജിലെ മിക്കവരും കണ്ടു. അവരുടെ മുന്നിൽ നാണം കെട്ട് ഞങ്ങൾക്ക് മതിയായി. അതാ ഇങ്ങോട്ട് വന്നത്. എനിക്കാണെങ്കിൽ അടുത്ത ആഴ്ച എക്സാം. ഈ ടെൻഷൻ കാരണം എനിക്ക് പഠിക്കാനും കഴിയുന്നില്ല. അത് കലക്കി. ഇനി പരീക്ഷയ്ക്ക് തോക്കുമ്പോ ഈ കാരണം പറഞ്ഞാ മതിയല്ലോ. നിന്നോട് ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുണ്ട്, മൂത്തവര് സംസാരിക്കുമ്പോ ഇടയെ കയറില്ലെന്ന്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ജോലി ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് പേടിച്ചപ്പോ പോലീസ് സ്റ്റേഷനിൽ എത്താൻ അവൾ ഒരു ലിഫ്റ്റ് ചോദിച്ചു. അത് ഗിരിയായിരുന്നു പോലും അവൾക്ക് അറിയില്ലായിരുന്നു. അതിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ എടുത്ത് നാട്ടുകാർക്കിടയിൽ പരത്തുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? ഈ ന്യായങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടുകാരെ മുഴുവൻ ആര് പറഞ്ഞ് വിശ്വസിപ്പിക്കും? അല്ല, എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, ഈ സംസ്ഥാനത്ത് എത്ര വനിതാ പോലീസുകാരുണ്ട്? അവരൊക്കെ മാന്യമായി ജോലിക്ക് പോയി കുടുംബം നോക്കുന്നില്ലേ?